കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെൽത്തി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇതാണ് വട്ടച്ചൊറി. പലരും പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു അസുഖമാണിത്. അസഹനീയമായ ചൊറിച്ചലാണ് ഈ വട്ടച്ചൊറിക്കുള്ളത്. റിംഗ് വാം എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത്. പണ്ടുള്ളവർ പുഴുക്കടി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വന്നിട്ട് ഒരുപാട് ഓയിൽമെൻറ്റും ഗുളികകളും കഴിച്ചിട്ടും മാറാത്തവരുണ്ടാവും. അതിന് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ നല്ലൊരു മരുന്നുണ്ട്. അപ്പോൾ അത് എന്താണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ആ ചെടി. ഇതിൻ്റെ പേര് തരുതൻ ബാല എന്നാണ്. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ തണ്ടിൽ, ചെറിയൊരു തണ്ടിൽ പാലുണ്ടാവും. അതാണ് നമുക്ക് ആവശ്യം. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ചെറിയ പാല് കാണുന്നത്, അതാണ് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം 100% റിസൾട്ട് തരുന്ന ഒരു മരുന്നാണിത്. ഇത് കറക്റ്റായിട്ട് തേച്ച് ഭേദമായിട്ടുള്ള ഒരു കുട്ടിയുടെ ഫോട്ടോയാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ചെടി നമ്മുടെ വീട്ടുപരിസരത്തേക്ക് എല്ലാവിടെയും കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആ ചൊറിച്ചൽ വന്ന ഭാഗം വൃത്തിയായി കഴുകി വെള്ളമൊക്കെ ഒപ്പിയെടുത്ത്, വെള്ളമില്ലാതെ നന്നായി ഒപ്പിയെടുത്തതിന് ശേഷം ഇതിൻ്റെ പാല് ഇതുപോലെ നമ്മൾ ആ ഭാഗത്ത് തേച്ച് കൊടുക്കുക. കൈ കൊണ്ട് തേച്ച് കൊടുക്കരുത്. അപ്പോൾ ആ തണ്ട് ഓരോ പ്രാവശ്യം പൊട്ടിച്ച് ഇതുപോലെ തേച്ച് കൊടുത്താൽ അതിൽ നിന്ന് പാല് കിട്ടുന്നതാണ്. ആ പാലാണ് നമ്മളിവിടെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറിക്കിട്ടുന്നതാണ്. 100% റിസൾട്ട് തരുന്ന ഒന്നാണ്. ഇത് മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്, വീഡിയോയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വന്ന ആൾക്കാരുടെ ഡ്രസ്സ് നമ്മൾ പ്രത്യേകം കഴുകണം. വേറെ ആൾക്കാരുടെ ഡ്രസ്സിൻ്റെ ഒപ്പം കഴുകരുത്. പിന്നെ അതുപോലെ ഇവർക്കായിട്ട് പ്രത്യേകം സോപ്പും തോർത്തും പ്രത്യേകം നമ്മൾ ഇവർക്കായിട്ട് മാറ്റി വയ്ക്കണം. ഇത് പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു രോഗമാണ്. അപ്പോൾ നന്നായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ആർക്കും പടരാതെ നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മരുന്ന് തേച്ചാൽ മതി. ഇവർ കുറച്ച് ഓയിൽമെൻറ്റൊക്കെ തേച്ചിട്ടും ഭേദമാകാതെ പിന്നീടാണിത് തേച്ചത്. അതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ടിരിക്കുന്നത്. നമ്മൾ വന്ന സമയത്ത് തന്നെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. ഈ മരുന്ന് തേക്കുമ്പോൾ പ്രത്യേകിച്ച് നീറ്റലോ കാര്യങ്ങളോ നീറലോ ഒന്നുമില്ല. അപ്പോൾ ഇത് 2ാമത്തെ ദിവസം എടുത്ത ഫോട്ടോയാണ്. ദിവസം ഒരു 3 നേരം തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇത് 3ാം ദിവസം എടുത്ത ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ആദ്യം കാണിച്ച ഫോട്ടോയിൽ നിന്നും വീഡിയോയിൽ നിന്നും നല്ലൊരു വ്യത്യാസം തന്നെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. വളരെ പെട്ടെന്ന് തന്നെ ഈ അസുഖം മാറിക്കിട്ടും. അപ്പോൾ ഈ ചൊറിച്ചിലുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.